നമസ്കാരം. ജാതക കഥകളിലെ 67ാമത്തെ കഥ ത്യാഗിയായ കുരങ്ങൻ. ഗംഗാനദിയുടെ തീരത്തുള്ള കാട്ടിൽ 80,000 കുരങ്ങന്മാരുടെ രാജാവായി കഴിയുകയാണ് ബോധിസത്വൻ. അവിടെ നദിയുടെ കരയിൽ പടർന്നു പന്തലിച്ച ഒരു വലിയ മാവുണ്ട്. അതിൻ്റെ കുറേ ചില്ലകൾ നദിയിലേക്ക് ചാഞ്ഞു കിടക്കുന്നുണ്ട്. ആ മാവിലെ മാങ്ങകളെല്ലാം വളരെ വിശേഷപ്പെട്ടതാണ്. നല്ല രുചിയും മണവുമുള്ള വലിയ മാമ്പഴങ്ങൾ. മാമ്പഴക്കാലമായാൽ പിന്നെ കുരങ്ങന്മാരെല്ലാം സദാ ആ മാവിൽ തന്നെ മാങ്ങ തിന്ന് മതിച്ച് രസിച്ച് അങ്ങനെ കഴിയും. മാവ് പൂത്ത് കണ്ണിമാങ്ങയാവുമ്പോൾ തന്നെ ബോധിസത്വൻ ഒരു കാര്യം ചെയ്യും. നദിയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന കൊമ്പുകളിലെ കണ്ണിമാങ്ങകളെല്ലാം പറിച്ചു കളയും. അതിന് കാരണമുണ്ട്. മാങ്ങ പഴുത്ത് പുഴയിലേക്ക് വീണാൽ ഒഴുകി താഴേക്ക് പോകും. മനുഷ്യരുടെ ആരുടെയെങ്കിലും കയ്യിൽ ആ മാമ്പഴം കിട്ടിയാൽ അപകടമാണ്. അതിൻ്റെ രുചിയും മണവും കൊണ്ട് മാമ്പഴത്തിൻ്റെ ഉറവിടം തേടി അവരിവിടെ വരും. അതോടെ കുരങ്ങന്മാരുടെ കാര്യം പരുങ്ങലാവും. അതൊഴിവാക്കാനാണ് കണ്ണിമാങ്ങകൾ പറിച്ചു കളയുന്നത്. പക്ഷേ കുരങ്ങന്മാരുടെ കണ്ണിൽപ്പെടാതെ ഒരു മാങ്ങ നദിയിലേക്ക് ചാഞ്ഞ കൊമ്പിൽ ഇലകൾക്കിടയിൽ കിടന്നു. അത് പഴുത്ത് പാകമായി വെള്ളത്തിൽ വീണ് താഴേക്കൊഴുകിപ്പോയി. ഗംഗാനദിയിൽ വാരണാസിയിലെ രാജാവായ ബ്രഹ്മദത്തൻ ജലക്രീഡ നടത്തുകയായിരുന്നു. ആ മാമ്പഴം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടി. പക്ഷേ അത് എന്ത് പഴമാണെന്ന് മനസ്സിലായില്ല. അദ്ദേഹം പരിചാരകരെ വിളിച്ചു ചോദിച്ചു, ഇതെന്ത് പഴമാണെന്നറിയാമോ? അവർ ആ പഴം കയ്യിൽ വാങ്ങി ശ്രദ്ധിച്ചു നോക്കി. പക്ഷെ അതെന്തു പഴമാണെന്ന് മനസ്സിലായില്ല. അപ്പോഴവർ അവിടെ കരയിലുള്ള ചില കാട്ടുജാതിക്കാരെ വിളിച്ചു കൊണ്ടുവന്നു. അവരുടെ തലവനോട് രാജാവ് ചോദിച്ചു, ഇത് എന്ത് പഴമാണെന്ന് അറിയാമോ? അയാൾ അത് വാങ്ങി മണത്തു നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരു വിശേഷപ്പെട്ട മാമ്പഴമാണ്. അങ്ങ് മുകളിൽ ഈ നദിയുടെ കരയിലുള്ള കാട്ടിലാണ് ആ വലിയ മാവ്. അവിടെ കുരങ്ങന്മാരുടെ താവളമാണ്. രാജാവ് മാമ്പഴം മുറിപ്പിച്ച് ആദ്യം ഒരു കഷ്ണം കാട്ടുജാതിക്കാരുടെ തലവന് കൊടുത്തു. അയാൾ അത് സന്തോഷത്തോടെ തിന്നു. അത് കണ്ടപ്പോൾ രാജാവും മാമ്പഴം തിന്നു. മാമ്പഴത്തിൻ്റെ രുചി രാജാവിനെ ആകർഷിച്ചു. അദ്ദേഹം കാട്ടുജാതിക്കാരുടെ തലവനോട് പറഞ്ഞു, ഈ മാമ്പഴം ഉണ്ടായ മാവിൻ്റെ അടുത്തേക്ക് നമുക്ക് ഉടൻ പോകാം. വഴി കാണിക്കാൻ നിങ്ങളും പോരൂ. പിന്നെ മന്ത്രിയെ വിളിച്ച് ചങ്ങാടം തയ്യാറാക്കാൻ പറഞ്ഞു. കുറേ ഭടന്മാർ ആയുധങ്ങളുമായി വരാനും കൽപ്പിച്ചു. രാജാവും ഭടന്മാരും ചങ്ങാടത്തിൽ കയറി നദിയിലൂടെ മുകളിലേക്ക് യാത്രയായി. പിറ്റേ ദിവസം സന്ധ്യയോടെ അവർ ആ മാവിൻ്റെ അടുത്തെത്തി. കാട്ടുജാതിക്കാരൻ മാവ് കാണിച്ചു കൊടുത്തു. എല്ലാവരും കരക്കിറങ്ങി. മാവിലേക്ക് നോക്കിയപ്പോൾ നിറയെ കുരങ്ങന്മാർ. അത് കണ്ട രാജാവ് ഭടന്മാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കുറേ ദൂരെ മാറി നാലുപാടുമായി നിൽക്കണം. കുരങ്ങുകളൊന്നും രക്ഷപ്പെടരുത്. നാളെ നമുക്ക് മാമ്പഴം മാത്രമല്ല കുരങ്ങിറച്ചിയും തിന്നണം. ഉത്തരവ്. ഭടന്മാർ തയ്യാറായി. അവർ മാവിൻ്റെ ചുറ്റും നിൽപ്പായി. അത് കണ്ട കുരങ്ങന്മാർക്ക് കാര്യം അപകടമാണെന്ന് തോന്നി. അവർ ബോധിസത്വൻ്റെ അടുത്തെത്തി അപേക്ഷിച്ചു, പ്രഭോ, അതാ വലിയൊരു സൈന്യം നമ്മെ വളഞ്ഞിരിക്കുന്നു. അവർ ഞങ്ങളെല്ലാം കൊല്ലുമെന്നാണ് തോന്നുന്നത്. അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ. ഇത് കേട്ട് ബോധിസത്വൻ പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കണ്ട. നിങ്ങളെല്ലാം രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ബോധിസത്വൻ മാവിൻ്റെ ഏറ്റവും ഉയർന്ന കൊമ്പിലേക്ക് ചാടിക്കയറി. അവിടെ നിന്ന് ഉന്നം പിടിച്ച് നദിയുടെ മറുകരയിലേക്ക് കുതിച്ചു ചാടി. കൃത്യമായി അക്കരെ എത്തി. അവിടെ നിന്ന് മാവിലേക്കുള്ള ദൂരം മനസ്സുകൊണ്ട് ഒന്ന് കണക്കുകൂട്ടി. ഏതാണ്ട് അത്രയും നീളമുള്ള ഒരു മുള ഇളക്കിയെടുത്ത് അതിൻ്റെ ചില്ലകളെല്ലാം ഒടിച്ചു കളഞ്ഞു. പിന്നെ മുളയുടെ അറ്റം സ്വന്തം അരയിൽ കെട്ടി. എന്നിട്ട് തിരിച്ച് മറുകരയിൽ നിൽക്കുന്ന മാവിലേക്ക് ചാടി. പക്ഷേ ചെറിയൊരു പിശക് പറ്റി. മുളയ്ക്ക് നീളം ഇത്തിരി കുറവായിപ്പോയി. ബോധിസത്വന് കഷ്ടിച്ച് മാവിൻ്റെ ഒരു കൊമ്പിൽ എത്തിപ്പിടിക്കാനേ കഴിഞ്ഞുള്ളൂ. എങ്കിലും ആ മുള മാവിൽ നിന്ന് മറുകരയിലേക്ക് കടക്കാൻ ഒരു പാലം പോലെ ഉപയോഗിക്കാം. അങ്ങനെ അരയിൽ കെട്ടിയ മുളയുമായി മാവിൻ കൊമ്പിൽ എത്തിപ്പിടിച്ച ബോധിസത്വൻ കുരങ്ങന്മാരോട് പറഞ്ഞു, സംശയിച്ചു നിൽക്കാതെ വേഗം എൻ്റെ ദേഹത്തുകൂടെ മുളയിൽ പിടിച്ച് അതിൽ കൂടി അക്കരയ്ക്ക് കടന്നോളിൻ. ആ 80,000 കുരങ്ങന്മാരും ബോധിസത്വനെ വണങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ പുറത്തുകൂടി മുളയിൽ പിടിച്ച് നദിയുടെ അക്കരെ എത്തി. അവസാനം പോയ കുരങ്ങൻ ബോധിസത്വൻ്റെ ശത്രുവായ ദേവദത്തനാണ്. അവൻ വിചാരിച്ചു, ഇവനെ വകവരുത്താൻ പറ്റിയ സന്ദർഭമാണ്.
ആ ചിന്തയോടെ അവൻ മുകളിലുള്ള കൊമ്പിൽ നിന്ന് ബോധിസത്വൻ്റെ പുറത്തേക്ക് ആഞ്ഞു ചാടി. അതോടെ ബോധിസത്വൻ്റെ നട്ടെല്ലൊടിഞ്ഞു. ദേവദത്തൻ പെട്ടെന്ന് മുള വഴി രക്ഷപ്പെടുകയും ചെയ്തു. സഹിക്കാനാവാത്ത വേദന കൊണ്ട് ബോധിസത്വൻ ഞരങ്ങി. ഈ സംഭവങ്ങളെല്ലാം രാജാവ് താഴെ നിന്ന് കാണുകയായിരുന്നു. ആ കുരങ്ങൻ്റെ ത്യാഗബുദ്ധിയിൽ രാജാവിന് മതിപ്പ് തോന്നി. അവന് പറ്റിയ അപകടം കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഭടന്മാർ മാവിൽ കയറി മുളയുടെ കെട്ടഴിച്ച് ബോധിസത്വനെ സുരക്ഷിതമായി താഴെ ഇറക്കി. നദിയിൽ നിന്ന് വെള്ളമെടുത്ത് പുറംതിരുമ്മി. അവർ കൂടെ കൊണ്ടുവന്നിരുന്ന മരുന്നുകൾ കൊടുത്തു. പക്ഷേ ഫലമുണ്ടായില്ല. കുരങ്ങൻ മരണത്തോടടുത്തു. അത് കണ്ട രാജാവ് ചോദിച്ചു, കുരങ്ങന്മാരുടെ രാജാവേ, നിങ്ങളെന്തിനാണ് സ്വയം അപകടത്തിൽ ചാടിക്കൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കാൻ പോയത്? അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ഗതി വന്നത്? അത് കേട്ടപ്പോൾ ബോധിസത്വൻ ശാന്തനായി പറഞ്ഞു, ഞാനവരുടെ രാജാവാണ്. പ്രജകളെ രക്ഷിക്കേണ്ടത് രാജധർമ്മമാണ്. ആ ധർമ്മം അനുഷ്ഠിച്ചതിൻ്റെ പേരിൽ മരിക്കേണ്ടി വരുന്നതും എനിക്ക് സന്തോഷമാണ്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും കുരങ്ങൻ്റെ ശബ്ദം ഇടറി, കണ്ണുകൾ അടഞ്ഞു, ശ്വാസം നിലച്ചു. തൻ്റെ ധർമ്മത്തിൽ ഉറച്ചു നിന്ന കുരങ്ങനോട് രാജാവിന് വലിയ ബഹുമാനം തോന്നി. ആ വാക്കുകൾ തനിക്കും ഒരു പാഠമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നിട്ട് തൻ്റെ ഭടന്മാരെ വിളിച്ചു പറഞ്ഞു, കുരങ്ങനാണെങ്കിലും അവൻ ഉത്തമനായ രാജാവാണ്. ഇവനെ രാജകീയ ബഹുമതികളോടെ സംസ്കരിക്കണം. ആ നിർദ്ദേശപ്രകാരം അവർ ഗംഗാനദിയുടെ തീരത്ത് രാജകീയ ബഹുമതികളോടെ കുരങ്ങൻ്റെ ജഡം സംസ്കരിച്ചു. നന്ദി.